ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 109-ാമത്തെ സങ്കീർത്തനം ധ്യാനിക്കുന്നു. അനീതിക്കെതിരായിട്ട് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലവിളിയുടെ പ്രാർത്ഥനയാണ്. 33 തിരുവചനങ്ങൾ. കർത്താവെ, പ്രതികാരം ചെയ്യണമേ എന്നുള്ളതാണ് തലക്കെട്ട്. ദാവീദ് തനിക്കെതിരായിട്ടുള്ള ദുഷ്ടരെയും വഞ്ചകരെയും അവരുടെ അന്യായമായിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് ദൈവത്തോട് നിലവിളിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ. സ്നേഹത്തിന് പകരം വിദ്വേഷവും നന്മയ്ക്ക് പകരം തിന്മയും അവർക്ക് പ്രതിഫലമായിട്ട് നൽകണമെന്ന് അവൻ യാചിക്കുന്നു. തന്റെ ശത്രുക്കളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ദുഷ്ടതയ്ക്ക് ന്യായമായിട്ടുള്ള ശിക്ഷയാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. താൻ ദരിദ്രനും എളിയവനുമായതിനാല് തന്നെ രക്ഷിക്കണമെന്ന് ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ കൃപയും വിടുതലും അവൻ വിശ്വസിക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്നവരുടെ സഹനം ഏറ്റെടുക്കുന്നതിനായിട്ട് അവൻ തീരുമാനിക്കുകയാണ്. അവനത് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരന്റെ സഹനത്തിൽ ഒരു ഓഹരിയെങ്കിലും നമുക്ക് ഏറ്റെടുക്കാം. മറ്റുള്ളവരുടെ സഹനത്തിൽ നാം പങ്കുകാരാകുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ സഹനങ്ങൾ പങ്കുവെക്കുന്നതിലൂടെയാണ് സഹനത്തിന് രക്ഷാകരമായിട്ടുള്ള അർത്ഥം കൈവരുന്നത്. ഈശോ അപ്രകാരമാണ് നമ്മളെ പഠിപ്പിച്ചത്. ഈശോ കാണിച്ചു തന്നതും അപ്രകാരമാണ്. നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് സഹനം ഏറ്റെടുത്തെങ്കിൽ നമ്മുടെ വ്യക്തിഗത ജീവിതത്തില്, കുടുംബജീവിതങ്ങളില്, അല്ല എങ്കിൽ നാം വ്യാപരിക്കുന്ന ഇടങ്ങളില് മറ്റുള്ളവരുടെ സഹനത്തിൽ ഒരു കൊച്ചു ചെറിയ ഓഹരി നമുക്ക് ഏറ്റെടുക്കാം. അതിനുവേണ്ടിയിട്ട് നമുക്ക് തീരുമാനം ചെയ്യാം. സഹനങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ അത് കൂടുതൽ രക്ഷാകരമായിട്ട് മാറുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ സമർത്ഥമായിട്ടുണ്ടാവട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.